വിചിത്ര വാദങ്ങൾ ഉയർത്തി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന RSS ആവശ്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അരുൺ ജെയ്റ്റ്ലിക്ക് പിന്നാലെ RSS തലവൻ മോഹൻ ഭഗവതിനെയും കേരളത്തിലെത്തിച്ച് രാഷ്ട്രപതി ഭരണത്തിനായി സമ്മർദ്ദം ശക്തമാക്കാനാണ് നീക്കം. RSS നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും അപലപിക്കാനും നേതൃത്വം തയ്യാറായില്ല. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന RSS കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം സ്വപ്നം മാത്രമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ലെന്നും എന്നാൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടാൽ പാർട്ടി ശക്തമായി ഇടപെടുമെന്നും കോടിയേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നത് RSSന്റെ അഭിപ്രായം സ്വപ്നം മാത്രമാണെന്നും ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പിരിച്ചുവിട്ടാൽ ആദ്യം പിരിച്ചുവിടേണ്ടത് പ്രതിവർഷം 4000 കൊലപാതകം നടക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിനെയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അവർ പിരിച്ചുവിടട്ടെ. അവരുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. നിയമസഭയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ. ആ സമയത്ത് ഇപ്പോൾ BJPക്ക് ഒരു സീറ്റുള്ളത് പോലും നഷ്ടമാവും. ഇത് രാജഗോപാലിനോട് വിരോധമുള്ള ഏതോ ആളവിടെയുണ്ട്. അയാൾ MLA ആയിട്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അയാളെ ഈ സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അപാകതയുള്ളതായി സംസ്ഥാന സമിതി വിലയിരുത്തിയിട്ടില്ലെന്നും കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത് പല മേഖലയിലും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരമൊരു സ്ഥിതി ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെയൊരു കാര്യം. മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപം ശരിയല്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. കടക്ക് പുറത്തു എന്ന് പറഞ്ഞതിന് പകരം മറ്റേതെങ്കിലും വാക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ലായിരുന്നോ എന്ന കോടിയേരിയുടെ കുസൃതി നിറഞ്ഞ മറുപടിയിൽ മാധ്യമപ്രവർത്തകരും ചിരിച്ചത് മഞ്ഞുരുകുന്നതിന്റെ സൂചനയായി. വേറെന്ത് വാചക പുറത്തേക്ക് വരുവിൻ എന്നാണോ? പല രീതിയിലും പറയാം. പുറത്തേക്ക് ഒരാൾക്ക് വരുവിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരൊരു വാക്ക് നമുക്ക് ആർക്കും അന്നേരത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഓരോ വാക്ക് പറയും. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതിൽ ഒരു തെറ്റും സംസ്ഥാന കമ്മിറ്റി കാണുന്നില്ല. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കണ്ണൂരിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വയം ശ്രമം നടത്താൻ CPIM BJP ഉഭയകക്ഷി ചർച്ചയിൽ ധാരണ. പ്രാദേശിക തലത്തിൽ സമാധാന യോഗങ്ങൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾ ജാമ്യം നേടുന്നത് തടയുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. മിസോറാം ധനമന്ത്രിയുമായി ലോട്ടറി വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിൽ ലോട്ടറി വിൽക്കില്ലെന്ന് മിസോറാം അറിയിച്ചെന്നും ധനമന്ത്രി പറഞ്ഞു. ലോട്ടറി സംബന്ധിച്ച് ആ സർക്കാരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നേരിട്ട് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് എൻ്റെയും പ്രതികരണത്തിന് അടിസ്ഥാനം. എന്നാൽ അതിൽ വിഷ്വലുണ്ട്, കൃത്യമായിട്ടും മന്ത്രി പറയുന്നു. അതിനെ കേരളം പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് കേരളത്തിൽ ലോട്ടറി വിൽക്കുന്നതിന് തയ്യാറാവുന്നില്ലെന്ന് മിസോറാം ധനമന്ത്രി പറഞ്ഞത് GST കൗൺസിലിലെ ഇന്നത്തെ യോഗത്തിൽ നിശ്ചയമായിട്ട് അദ്ദേഹത്തെ കാണും. കേരളത്തിൻ്റെ നന്ദി അറിയിക്കും. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. CPIM സംസ്ഥാന സമ്മേളനം തൃശൂരിൽ വെച്ച് നടത്താൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 22 മുതൽ 25 വരെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. 22ാം പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് സെപ്റ്റംബർ 15 തുടക്കം കുറിക്കും. ഹൈദരാബാദിൽ നടക്കുന്ന 22ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടാണ് കേരള സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരാവും വേദിയാവുക. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് മുതലുള്ള സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 15 മുതൽ ആരംഭിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കും. നവംബർ 15 മുതൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും. ഡിസംബർ 26-ാം തീയതി തൃശൂർ, വയനാട് ജില്ലാ സമ്മേളനങ്ങളോടെയാണ് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. കാസർഗോഡ്, പത്തനംതിട്ട ഡിസംബർ 29, 30, 31. കോഴിക്കോട്, കോട്ടയം ജനുവരി 2, 3, 4. കൊല്ലം, മലപ്പുറം ജനുവരി 5, 6, 7. ഇടുക്കി, പാലക്കാട് ജനുവരി 8, 9, 10. തിരുവനന്തപുരം, ആലപ്പുഴ ജനുവരി 13, 14, 15. എറണാകുളം ജനുവരി 16, 17, 18. കണ്ണൂർ ജനുവരി 19, 20, 21.
പാർട്ടി കമ്മിറ്റികളിൽ യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യമുണ്ടാവും. സാമൂഹ്യ ഘടനയ്ക്ക് അനുസൃതമായിട്ടാവണം പാർട്ടി കമ്മിറ്റികളിലെ പ്രാതിനിധ്യം തീരുമാനിക്കേണ്ടത്. 3 ടൈം കാലാവധി പൂർത്തിയാക്കിയ മുഴുവൻ സെക്രട്ടറിമാരും സ്ഥാനമൊഴിയും. സമ്മേളനങ്ങളോടനുബന്ധിച്ച് വോളണ്ടിയർ മാർച്ചും സെമിനാറും പ്രകടനവും പൊതുസമ്മേളനവും കലാകായിക മത്സരങ്ങളും ഉണ്ടാവും. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഓഗസ്റ്റ് 26-ന് 2000 കേന്ദ്രങ്ങളിലായി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 21 മുതൽ 24 വരെ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനം കൊച്ചിയിൽ നടക്കും. ഓഗസ്റ്റ് 29-ന് നയനാർ അക്കാദമിക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി ബക്കറ്റ് കളക്ഷൻ നടത്താനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യയുടെ 13ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. 7 മണിക്ക് ഫലം പ്രഖ്യാപിക്കും. NDA സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഗാന്ധിജിയുടെ ചെറുമകനുമായ ഗോപാലകൃഷ്ണ ഗാന്ധിയും തമ്മിലാണ് മത്സരം. കോഴിക്കോട് വെങ്ങളത്ത് പോത്തുകളെ കുത്തിനിറച്ച കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടു. ക്ലീനർ മരിച്ചു. നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കണ്ടെയ്നർ ഇടിക്കുകയായിരുന്നു. പോലീസ് എത്തി പോത്തുകളെ റോഡരികിലേക്ക് മാറ്റിക്കെട്ടി. ഓണത്തിന് കേരള വിപണി ലക്ഷ്യമാക്കിയുള്ള പൂപ്പാടങ്ങൾ കർണാടക അതിർത്തി ഗ്രാമങ്ങളെ ഓറഞ്ച് നിറം ചാർത്തിയിരിക്കുകയാണിപ്പോൾ. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ പ്രതിസന്ധി നേരിടുകയാണ് പൂക്കർഷകർ. വിളവിൽ ഇത്തവണ വലിയ കുറവാണുണ്ടായിരിക്കുന്നത്. ISROയിലെ കുടിപ്പക വ്യക്തമാക്കി G. മാധവൻ നായരുടെ ആത്മകഥ അഗ്നിപരീക്ഷകൾ. ആൻഡ്രിക്സ് ദേവാസ് അഴിമതി വിഷയത്തിൽ തന്നെ പെടുത്തിയത് തന്റെ പിൻഗാമി K. രാധാകൃഷ്ണൻ എന്ന മാധവൻ നായർ. ISROയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ തങ്ങൾക്ക് ലഭിച്ചത് അപമാനവും റിട്ടയർമെന്റ് കാലത്തെ സമാധാനക്കേടും മാത്രമെന്നും മാധവൻ നായർ. സംഭരിച്ച നെല്ലിന്റെ തുക ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിൽ. കോട്ടയം ജില്ലയിൽ കോടിക്കണക്കിന് രൂപയാണ് സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത്. സംഭരണ തുക ലഭിക്കാത്തതിനാൽ വായ്പയെടുത്ത് കൃഷി ഇറക്കിയവർ കടക്കെണിയിലാണ്. GSTയെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിന് കൊല്ലത്ത് ആരംഭിച്ച ജില്ലാതല ഫെസിലിറ്റേഷൻ സെന്റർ മാതൃകയാവുന്നു. എല്ലാ ദിവസവും GST സംബന്ധിച്ച് കൌൺസിലിംഗിൽ 100 കണക്കിന് പേർ പങ്കെടുക്കുന്നു. സംസ്ഥാനത്തെ തുറമുഖങ്ങൾ ചരക്കു നീക്കത്തിനായി ശക്തിപ്പെടുത്തുന്നു. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന്റെ ആഴം കൂട്ടൽ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ലക്ഷദ്വീപിനും ബേപ്പൂരിനുമിടയിൽ യാത്രാഗതാഗതം സുഗമമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം ഇന്ന് നടക്കും. സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നത്. അവധിക്കാലത്ത് നടത്തിയ അധ്യാപക പരിശീലനം വഴി നേടിയ അറിവ് ക്ലാസ് മുറികളിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിച്ചുവെന്നതും ചർച്ച ചെയ്യും. അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്യുന്ന സമഗ്ര പോർട്ടൽ ചോദ്യപേപ്പർ നിർമ്മാണ പരിശീലനവും ഇന്നത്തെ ക്ലസ്റ്ററിൽ അധ്യാപകർക്ക് നൽകും. കോൺഗ്രസ് അനുകൂല സംഘടനയായ KPSTയെ ക്ലസ്റ്റർ പരിശീലനത്തിൽ നിന്നും വിട്ടുനിൽക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാത്ത അധ്യാപകർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ അധ്യാപകരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥും നിർദ്ദേശം നൽകി.